നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടക്കുന്ന ഏറ്റവും പുതിയ ഒരു റിയാലിറ്റി ഷോയെക്കുറിച്ചാണ്. ഇതിന് നമുക്ക് ചൈനയുടെ അബദ്ധങ്ങൾ എന്നും വേണമെങ്കിൽ പേരിടാം. സാധാരണ ആളുകൾ വിനോദയാത്ര പോകാറുണ്ട്. എന്നാൽ ചൈനീസ് കപ്പലുകൾ വരുന്നത് നമ്മുടെ മിസൈൽ പരീക്ഷണം കാണാനാണ്. നമ്മൾ ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ റെഡിയായിരിക്കുമ്പോൾ ചൈനയുടെ ചാരക്കപ്പലുകൾ പാഞ്ഞെത്തും. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യ ചൈനയെ കൊണ്ട് ഓടിച്ചോടിച്ച് ഒരു പരുവമാക്കിയിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ നോട്ടം കളി? ഇന്ത്യ മിസൈൽ പരീക്ഷിക്കുമ്പോൾ നോട്ടം അഥവാ നോട്ടീസ് ടു എയർമാൻ എന്നൊരു അറിയിപ്പ് നൽകും. ഞങ്ങൾ ഒരു വെടിക്കെട്ട് നടത്താൻ പോകുന്നു, ആരും ഈ വഴിക്ക് വരരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് കേൾക്കുമ്പോഴേക്കും ചൈനയ്ക്ക് ആകാംക്ഷ തുടങ്ങും. ഇന്ത്യ എന്ത് മിസൈലാണ് വിടുന്നത്? അതിന്റെ സ്പീഡ് എത്രയാണ്? ഇതൊക്കെ അറിയാൻ അവർ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ചൈനീസ് തുറമുഖങ്ങളിൽ നിന്ന് വമ്പൻ ചാരക്കപ്പലുകൾ ഇങ്ങോട്ട് വിടും. പക്ഷേ ഇന്ത്യ ഇവർക്ക് കൊടുക്കുന്ന പണി വേറെയാണ്. കഴിഞ്ഞ 3 മാസത്തെ കണക്കുകൾ എടുത്താൽ ചൈന ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഏകദേശം 6 മുതൽ 8 വരെ ചാരക്കപ്പലുകളാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നു പോയത്. സെപ്റ്റംബറിൽ യുവാൻവാങ് 5 വന്നു. പിന്നാലെ നവംബറിൽ ലാൻഹായ് കപ്പലുകൾ എത്തി. ദ ഷിയാൻ 6ഉം മറ്റ് കപ്പലുകളും വന്നു. ഇന്ത്യ ഒരു നോട്ടം ഇടുന്നു. ചൈനീസ് കപ്പലുകൾ ഫുൾ സ്പീഡിൽ വരുന്നു. അവർ നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഇന്ത്യ പതുക്കെ പറയും, സോറി, ഇന്ന് പരീക്ഷണമില്ല, ഞങ്ങൾ ഇത് അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പാവം ചൈനീസ് ക്യാപ്റ്റന്മാർ. അവർക്ക് ഇപ്പോൾ ഇന്ത്യയിലെ കാലാവസ്ഥയേക്കാൾ നന്നായി നമ്മുടെ പോസ്റ്റ്പോൺമെന്റ് തന്ത്രങ്ങൾ അറിയാം. ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം. ചൈനയ്ക്ക് വരുന്ന ഡീസൽ നഷ്ടങ്ങളാണ് അവ. ഈ ചാരക്കപ്പലുകൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കാർ പോലെയല്ല. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനമാണ് ഇവയ്ക്ക് വേണ്ടത്. ചൈനയിൽ നിന്ന് ഇത്ര ദൂരം കപ്പൽ ഓടിച്ചു വരണമെങ്കിൽ എത്ര കോടി രൂപയുടെ ഡീസൽ അടിക്കണം? കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 4 തവണയാണ് ഇന്ത്യ ഇവരെ ഇങ്ങനെ വട്ടം കറക്കിയത്. ഓരോ തവണയും ഇന്ത്യ നോട്ടം പിൻവലിക്കുമ്പോഴും ചൈനീസ് ഖജനാവിൽ നിന്ന് കോടികളാണ് പുകയായി ആകാശത്തേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു മിസൈൽ പോലും വിടാതെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ കടലിൽ മുക്കുകയാണ്. ചൈനീസ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും, ഇന്ത്യ മിസൈൽ വിടുന്നുണ്ടോ എന്ന് നോക്കാൻ പോയിട്ട് ഇപ്പോൾ കപ്പലിൽ ഡീസൽ അടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയായല്ലോ എന്ന്. ഇന്ത്യക്ക് ഒരു പേപ്പറിൽ നോട്ടം എഴുതിയാൽ ചൈനയ്ക്ക് അത് കോടികളുടെ നഷ്ടമാണ് വരുത്തുന്നത്. ചൈന വിചാരിക്കുന്നത് അവർ നമ്മളെ നിരീക്ഷിക്കുകയാണെന്നാണ്. എന്നാൽ സത്യം എന്താണെന്നോ? ഈ ചൈനീസ് കപ്പലുകൾ എവിടെ എത്തി, അവർ എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് നമ്മുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായി നോക്കി നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ പരിധിയിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ പരീക്ഷണം മാറ്റിവെക്കും. അവർ തിരിച്ച് മലാക്ക കടലിടുക്ക് കടന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ അടുത്ത നോട്ടം പുറപ്പെടുവിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ചൈനീസ് കപ്പലുകളെ കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ടേൺ എടുപ്പിക്കാൻ ഇന്ത്യ ഒരു പ്രത്യേക ട്രെയിനിങ് സെന്റർ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ചുരുക്കത്തിൽ ചൈനയുടെ ചാരപ്പണി ഇപ്പോൾ അവർക്ക് തന്നെ വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ മിസൈൽ വിവരങ്ങൾ മോഷ്ടിക്കാൻ വന്ന് അവസാനം ഡീസലുമില്ല വിവരവുമില്ല എന്ന അവസ്ഥയിൽ അവർ മടങ്ങുകയാണ്. ഇന്ത്യയുടെ നോട്ടം പുറപ്പെടുവിക്കുന്നവർക്ക് ചൈനീസ് ഡീസൽ കമ്പനികൾ ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ്. കാരണം അവരുടെ കച്ചവടം കൂട്ടുന്നത് നമ്മുടെ ഈ കളികളാണല്ലോ. ചൈനീസ് കപ്പലുകൾ ഇനിയും വരും. ഇന്ത്യ ഇനിയും അവരെ വട്ടം കറക്കും. ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാണ്, ഒപ്പം ചൈനയുടെ ഇന്ധന നഷ്ടവും. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.